ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ക്ലാസ് 7ാം ക്ലാസ്സിലെ ഇംഗ്ലീഷാണ്. പാർട്ട് 2 ടെക്സ്റ്റ് ബുക്കാണ്. അതിൽ 4ാമത്തെ യൂണിറ്റ് നമ്മൾ തുടങ്ങിയിരുന്നു. അതിൽ 2ാമത്തെ ചാപ്റ്റർ ഡോർസ് ഓഫ് ഡെയറിങ് എന്നുള്ള 2ാമത്തെ ചാപ്റ്ററാണ്. ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സും ആക്ടിവിറ്റീസും എല്ലാം നമ്മളിതിൽ നോക്കുന്നതായിരിക്കും. എല്ലാത്തിൻ്റെയും ആൻസേഴ്സ് നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഡോർസ് ഓഫ് ഡെയറിങ് എന്നുള്ളത് ഹെൻറി വാൻ ഡൈക്ക് ജൂനിയറിൻ്റെ ആണ്. അദ്ദേഹത്തിൻ്റെ ആണ് ഈ ഒരു പോയട്രിയാണിത്, പോയം. നമുക്ക് ഈ പോയം വായിച്ചിട്ട് ഇതിൻ്റെ അപ്രിസിയേഷൻ നമ്മൾ നോക്കും, അതായത് ആശയം, മീനിങ് കേട്ടോ. അതിനുശേഷം ക്വസ്റ്റ്യൻ ആൻസേഴ്സ്, ദെൻ ആക്ടിവിറ്റീസ്, അതിൻ്റെ എല്ലാം ആൻസേഴ്സ് അങ്ങനെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് നോക്കാം. The mountains that enfold the vale, with walls of granite steep and high, invite the fearless foot to scale their stairway toward the sky. The restless deep dividing sea that flows and foams from shore to shore calls to its sunburnt chivalry, push out, set sail, explore, and all the bars at which we fret that seems to prison and control are but the doors of daring set ajar before the soul. ഇതാണ് പോയം. ഇനി ഇതിൻ്റെ അപ്രിസിയേഷൻ. The poem Doors of Daring by Henry Van Dyke Jr. is a motivational and inspirational piece that encourages readers to embrace life's challenges and view obstacles as opportunities for growth and adventure. എന്താ പറയുന്നത്? ഇത് ഒരു മോട്ടിവേഷൻ, നമുക്ക് വളരെയധികം പ്രചോദനം നൽകുന്ന ഒരു പോയമാണ്. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് സ്ട്രഗിൾസും ചാലഞ്ചസും നമുക്ക് വരും അല്ലേ, ആ പ്രോബ്ലംസ് എല്ലാം വരും, തടസ്സങ്ങളെല്ലാം വരും. അതെല്ലാം നമ്മൾ അവസരങ്ങളായി കണ്ട് എന്ത് ചെയ്യണം? നമ്മൾ വളരണം, ഗ്രോത്ത് അല്ലേ. The poem's central theme is that what we perceive as limitations are actually invitations to be courageous and explore new possibilities. പിന്നെ അതേപോലെ പറയണത് എന്താണെന്ന് വെച്ചാൽ what we perceive as limitations are actually invitation to be courageous and അപ്പം നമുക്ക് വരുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് എല്ലാം നമ്മൾ കറേജിയസ് ആവാനും നമുക്ക് പുതിയ പുതിയ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ആയിട്ട് നമ്മൾ എടുക്കുക. വാൻ ഡൈക്ക് യൂസസ് പവർഫുൾ ഇമേജറി ഫ്രം നേച്ചർ ടു കൺവേ ദിസ് മെസ്സേജ്. അപ്പോൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഇമേജറി എന്താ പറയുക? പ്രകൃതിയാണ്, നേച്ചറിനെയാണ് ഈ മെസ്സേജ് കൺവേ ചെയ്യാൻ അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്നത്. അതേപോലെ ഇൻ ദ ഫസ്റ്റ് സ്റ്റാൻസ മൗണ്ടെയിൻസ് ആർ നോട്ട് സീൻ എസ് ബാരിയേഴ്സ് ബട്ട് ആസ് എ സ്റ്റെയർവേ ടുവാർഡ് ദ സ്കൈ, ഇൻവൈറ്റിംഗ് ദ ഫിയർലെസ് ഫുട്ട് ടു സ്കെയിൽ ദം. The second stanza uses the metaphor of restless, deep, dividing sea calling to push out, set sail, explore. These natural forces represent the grand and daunting challenges we face in life. ഇവിടെ ഡോണ്ടിങ് ഉണ്ട് കേട്ടോ. നെക്സ്റ്റ്, The final stanza delivers the poem's core message. ആ ഫൈനൽ സ്റ്റാൻസയിലാണ് ഈ പോയത്തിൻ്റെ മെയിൻ ആയിട്ടുള്ള മെസ്സേജ് കിടക്കുന്നത്. The bars at which we fret are not prisons that confine us, but rather doors to daring, set ajar before the soul. This powerful metaphor suggests that the very things that seem to hold us back are, in fact, the entry points to new experiences and personal development. The poem's tone is optimistic and encouraging, urging the reader to confront fears and find freedom by walking through these doors of daring. അപ്പോൾ നമ്മൾ ഈ പോയത്തിൻ്റെ മെയിൻ ആയിട്ടുള്ള കാര്യം എന്താ വെച്ചാൽ ഒപ്റ്റിമിസ്റ്റിക് ആവുക, എപ്പോഴും പ്രതീക്ഷ ഉണ്ടാവണം നമുക്ക് അല്ലേ. ശുഭവിശ്വാസം അല്ലെങ്കിൽ ശുഭാപ്തി വിശ്വാസം എന്നൊക്കെ പറയും, അതാണ് ഒപ്റ്റിമിസ്റ്റിക് എന്ന് പറയാം. നമ്മൾ എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായാലും അതിനെല്ലാം പോസിറ്റീവായി കാണുന്നവരെയാണ് ഒപ്റ്റിമിസ്റ്റിക് കേട്ടോ. എൻകറേജിങ്, അതാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള തീം വരുന്നത്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ ആൻസേഴ്സിലേക്ക് കടക്കാം. നമുക്ക് 5 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. ഇതിൻ്റെ ആൻസേഴ്സ് ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഹൗ ഡു ദ മൗണ്ടെയിൻസ് എൻഫോൾഡ് ദി വെയിൽ? The mountains enfold the vale by covering it with walls of granite. The walls are steep and high. അടുത്ത ക്വസ്റ്റ്യൻ, why does the poet describe the mountains as the stairway to the sky? മൗണ്ടെയിൻസിന് സ്കൈയിലേക്കുള്ള സ്റ്റെപ്പുകൾ എന്ന് പറയുന്നുണ്ട്. എന്തുകൊണ്ടാണെന്നാണ്? Because they are steep and high and they seem to touch the sky. അടുത്ത ക്വസ്റ്റ്യൻ, what does the poet mean by sunburnt chivalry? എന്താ അർത്ഥമാക്കുന്നത്? The poet means by മെൻഡ് എന്നാക്കാം കേട്ടോ, മീൻസ് എന്ന് പറയില്ല.
meant by sunburned chivalry the courageous sailors who travel in their sailboats. In the sailboats, the sailors are exposed to hot sunshine and it causes their skin to be reddish and inflamed. Inflamed രണ്ടെണ്ണം ഇടുക. Chivalry is the quality that values honor, kindness and courage. അടുത്ത question. Which lines of the poem suggest we should treat limitations as opportunities for success? ഏത് ലൈനാണ് നമ്മുടെ പരിമിതികളെ നമ്മൾ അവസരങ്ങളാക്കുക എന്ന് പറയുന്നത്? ആൻഡ് ഓൾ ദ ബാർസ് അറ്റ് വിച്ച് വി ഫ്രെറ്റ് ദാറ്റ് സീംസ് ടു പ്രിസൺ ആൻഡ് കൺട്രോൾ ആർ ബട്ട് ദ ഡോർസ് ഓഫ് ഡയറിംഗ് സെറ്റ് അജാർ ബിഫോർ ദി സോൾ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഹൗ ഡസ് ദ പോയറ്റ് വാണ്ട് ദ റീഡർ ടു ലുക്ക് അറ്റ് ലൈഫ്സ് ചലഞ്ചസ്? Answer. The poet wants the reader to look at life's challenges by considering the bars that look like a prison to control him as doors of daring. Then the reader should push his boat into the sea, put up the sails and explore things with courage and optimism. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് കഴിഞ്ഞു. ഇനി ആക്ടിവിറ്റീസ് ആണ്. ഫസ്റ്റ് ആക്ടിവിറ്റി വരുന്നത് ഫൈൻഡ് സം ഫേമസ് കോട്ട്സ് അബൌട്ട് ബ്രേവറി ആൻഡ് കറേജ്. നമുക്ക് ബ്രേവറിയെ കുറിച്ചും കറേജിനെ കുറിച്ചുള്ള കോട്ട്സ് ഉണ്ടാവും. നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിലും അത് സെലക്ട് ചെയ്ത് എഴുതാവുന്നതാണ്. അപ്പം ഞാനൊരു 3 കോട്ടിങ്സ് തന്നിട്ടുണ്ട്, നമുക്ക് വായിക്കാം. ആദ്യത്തെ, വി മേ എൻകൗണ്ടർ മെനി ഡിഫീറ്റ്സ് ബട്ട് വി മസ്റ്റ് നോട്ട് ടു ബി ഡിഫീറ്റഡ്, മായ ഏഞ്ചലോ. ഇറ്റ് ഓൾവേസ് സീംസ് ഇമ്പോസിബിൾ അൺടിൽ ഇറ്റ് ഇസ് ഡൺ, നെൽസൺ മണ്ടേല. We must build dikes of courage to hold back the flood of fear, Martin Luther King Jr. രണ്ടാമത്തെ ആക്ടിവിറ്റി ആണ് ലുക്ക് അറ്റ് ദ ഫോളോവിങ് ലൈൻസ് ഫ്രം ദ പോയം. ആ പോയത്തിൽ നിന്നുള്ള 4 വരികൾ തന്നിട്ടുണ്ട്. എന്നിട്ട് റൈമിംഗ് വേർഡ്സ് ഐഡന്റിഫൈ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. റൈമിംഗ് വേർഡുകൾ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാലോ. ഇതിൽ 2 എണ്ണം വരുന്നുണ്ട്, 2 പേർ, ഫ്രെറ്റ്, സെറ്റ്, കൺട്രോള്, സോള് കേട്ടോ. അപ്പോൾ നമുക്ക് എഴുതാം, അത് എഴുതിയിട്ടുണ്ട്. ഇനി അടുത്തതിൽ റൈമിംഗ് സ്കീം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. റൈമിംഗ് സ്കീം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു പോയത്തിന് ABCD എന്ന് പറഞ്ഞിട്ട് നമുക്ക് തിരിക്കാം. അപ്പോൾ ഈ AB ഇവിടെ എന്താ വെച്ചാൽ AB ഈ ഫ്രെറ്റ് പോലെ തന്നെയല്ലേ സെറ്റ് വരുന്നത്, അപ്പോൾ ഇതിന് A കൊടുക്കുക. കൺട്രോൾ പോലെ തന്നെയല്ലേ സോൾ അവസാനിക്കുന്നത് എല്ലിൽ തന്നെയല്ലേ, അപ്പോൾ ഇതിന് B എന്ന് കൊടുക്കുക കേട്ടോ. അപ്പോൾ റൈമിംഗ് സ്കീം വരുന്നത് AB ആണ്. അടുത്തത്, ഫൈൻഡ് ഔട്ട് ദ വേർഡ്സ് ദാറ്റ് അലിട്രേറ്റ് ഇൻ ദ ലൈൻസ് ഗിവൺ ബിലോ, റൈറ്റ് ഇൻ ദ സ്പേസ് പ്രൊവൈഡഡ്. ഇതിൽ അലിട്രേഷൻ വരുന്ന വരികൾ ഒരു ലൈനിൽ തന്നെ റിപ്പീറ്റ് ആയിട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ നോക്കിക്കോളൂ, ഇവിടെ ഡീപ്പ് ഡിവൈഡിങ് ഡി വരുന്നത് കണ്ടോ. ആ പ്രൊനൗൺസ് ചെയ്യുമ്പോൾ ഡ എന്നല്ലേ വരുന്നത്. അങ്ങനെയുള്ള ആദ്യത്തെ ലൈൻ എന്നുള്ളത് ഇതാണ്. അടുത്ത ലൈൻ ഫ്ലോസ്, ഫോംസ്, ഫ്രം, എഫ് കണ്ടോ റിപ്പീറ്റ് ചെയ്ത് വരുന്നത്. ഒരു ലൈനിൽ തന്നെ റിപ്പീറ്റ് ചെയ്ത് വരുന്നതിനെയാണ് അലിട്രേഷൻ എന്ന് പറയുക. അപ്പോൾ രണ്ടാമത്തെ ലൈനിൽ നിന്നുള്ളതാണ് ഫ്ലോസ്, ഫോംസ്, ഫ്രം. ഇനി മൂന്നാമത്തെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഷോറ്, ഇതിൽ ഷോർ ടു ഷോർ വരുന്നുണ്ട്, അതും കൂടി എഴുതുക. അടുത്തത് സെറ്റ് സെയിൽ കേട്ടോ, സെറ്റ് സെയിൽ. ഓക്കെ. അടുത്തത് നമുക്ക് റീഡ് ദ ഫോളോയിങ് ലൈൻസ് തന്നിട്ടുണ്ട്. ഇവിടെ ഈ ഒരു 4 വരികൾ വായിച്ചിട്ട് ഇതിൽ നമുക്ക് വിഷ്വൽ ഇമേജറി എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. ആ വിഷ്വൽ ഇമേജ് ഓഫ് മൗണ്ടെയിൻസ് ആണ്. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന ഇമേജ് എന്താണെന്നാണ് ചോദ്യം. അപ്പോൾ ഇവിടെ നിന്ന് വി ഗെറ്റ് ദ വിഷ്വൽ ഇമേജ് ഓഫ് ദ മൗണ്ടെയിൻസ് ആണ്. ദേ ടെൽ us ഹൗ ദ മൗണ്ടെയിൻസ് ലുക്ക്. അപ്പോൾ നമുക്ക് 4 വരികൾ തന്നിട്ടുണ്ട്. ഇതിൻ്റെ വിഷ്വൽ ഇമേജ് നമ്മൾ എഴുതണം. നമുക്ക് തന്നിരിക്കുന്ന ലൈൻ ഇതാണ്. ദ റെസ്റ്റ്ലെസ് ഡീപ് ഡിവൈഡിങ് സീ, ദ ഫ്ലോസ് ആൻഡ് ഫോംസ് ഫ്രം ഷോർ ടു ഷോർ, calls to its sunburned chivalry, push out, set sail, explore. ഇതിൽ ഇമേജറി ഇതാണ്. Visual image of the sea that is deep, full of waves and dividing the earth. We see the foamy waves flowing from shore to shore. We can also see the courageous sailors taking their boats to the sea, putting up their sails and moving out for their adventurous voyage. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ക്ലാസ് വരുന്നത്. നമ്മൾ ആക്ടിവിറ്റീസ് എല്ലാം ചെയ്തിട്ടുണ്ട്, ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്, അതേപോലെ തന്നെ അപ്രിസിയേഷൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ക്ലാസ്സിൽ ഇഷ്ടപ്പെടുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ ലൈക്കുകൾ അറിയിക്കണം. തുടർന്നും കാണുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.